മോട്ടു പെട്ടെന്ന് എടുക്ക്, നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോകണം. ശരി പത്തിലു. പത്തിലുവേ, നീ ഇതാ നമ്മളെ ഫ്രണ്ടിലെടുക്കുന്ന ട്രക്ക് കണ്ടോ? ആ ഞാൻ കണ്ടു. ഇതെന്ത് ട്രക്കാണ്? ഇതാണ് ഫുഡ് ട്രക്ക്. ഇവിടെ സമൂസ കിട്ടും. നീ എനിക്ക് വാങ്ങിച്ചു തരുമോ? ഇപ്പൊ തന്നെ നീ കൊറേ സമൂസ തിന്നു, ഇനി നീ തിന്നണ്ട. പ്ലീസ്, ഒരു പ്ലേറ്റും കൂടി വാങ്ങിച്ചാ. ഇല്ല മോട്ടു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ എന്തായാലും പോട്ടെ. ഇനിയും ഇവന് ഞാൻ വാങ്ങിച്ചു കൊടുത്താ ഞാൻ മുടിയും. പത്തിലു, പ്ലീസ് പത്തിലു. ഇല്ല മോട്ടു, നീ എനിക്ക് തിന്നാൻ പാടില്ല. ഇന്നാ പിടിച്ചോ. പത്തിലു, നീ എന്നെ ഇടിച്ചല്ലേ? ആ മോട്ടു, നീ ഇന്നത്തോടെ പഠിക്കണം. ഞാൻ കാണിച്ചു തരാടാ നിനക്ക്. എന്നോടാ അവൻ്റെ കളി. അയ്യോ, പത്തിലു എന്നെ ഇടിച്ചു. ഞാനത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. പത്തിലു എന്നെ തല്ലുന്ന് ഞാൻ ഇതുവരെ വിജയിച്ചില്ല. എന്നാലും അവൻ എന്നെ തല്ലിയല്ലോ. ആഹാ, പത്തിലുക്ക് ഇത്ര ധൈര്യമോ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്. ജാക്കേ 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 ജാക്കേ. ഇതാരാണ്? മോട്ടു, എന്താ മോട്ടു? അതെ ജാക്കേ, എന്റെ സുഹൃത്ത് പത്തിലു എന്നെ തല്ലി. അയ്യോ, അതെന്താണ്? അത് ഞാനേ അവനോട് ഒരു പ്ലേറ്റ് സമൂസ ചോദിച്ചതാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. നീ എന്തായാലും കുറെ സമൂസ തിന്നിട്ടുണ്ടാവും, അത് കാരണമായിരിക്കും അവൻ എന്നെ തല്ലിയത്. ഇല്ല, ഞാൻ അത്രയൊന്നും തിന്നിട്ടില്ല. വെറും 12 പ്ലേറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. 12 പ്ലേറ്റോ? നിനക്ക് കിട്ടിയതല്ല കുറഞ്ഞോയടാ. അയ്യോ, നീയോ എന്നോട് ഇങ്ങനെ പറയാണല്ലേ? അങ്ങനെയൊന്നുമല്ല. അവൻ എന്നാൽ എന്നെ തല്ലിയതാണ് എനിക്ക് ഏറ്റവും വിഷമായത്. അത് ശരിയാണ്. എന്നാ നമുക്ക് പത്തുലിനെ ഒരു പാഠം പഠിപ്പിച്ചാലോ? എന്തായാലും പാഠം പഠിപ്പിക്കണം. ശരി, വാ മോട്ടു, ഇങ്ങോട്ട് വാ. ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം. എന്ത് സാധനം? വാ, ഇങ്ങോട്ട് വാ. ഇതെന്താണ് ജാക്കേ? ഇവിടെ കണ്ടോ, 3 ബട്ടനാണ്. ഞാൻ കണ്ടു. ഇതെന്ത് ബട്ടനാണ്? അതൊക്കെ പറയാം. ഇതില് നീ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോ അതിന്റെ പവേഴ്സ് നിനക്ക് കിട്ടൂട്ടോ. അങ്ങനാണല്ലേ? ഇത് പത്തിലൂക്ക് പണി കൊടുക്കാനുള്ള ഒരു ഇതാണ്. ശരി. അപ്പൊ ഇതില് ഓരോ ബട്ടൺ ഞാൻ വേണം പറഞ്ഞുതരാം. എന്താണ് ഇതിലത്തെ 3 സംഭവം എന്താണെന്ന് എനിക്ക് അറിയണം. ശരി. അപ്പൊ ഇതില് ഒന്നാമത്തെ ബട്ടൺ നീ നക്കി കഴിഞ്ഞാ നീ മൾട്ടിപ്പിൾ ആവും, അഥവാ ഡ്യൂപ്ലിക്കേറ്റ്സിന് ഉണ്ടാക്കാൻ പറ്റും നിന്റെ. അടിപൊളി. എന്നാൽ ഇതിലെ രണ്ടാമത്തേത് നീ നക്കി കഴിഞ്ഞാൽ നിനക്ക് വലുതാകാൻ പറ്റും. അതും അടിപൊളിയാണ് കേട്ടോ. മൂന്നാമത്തേത് നീ നക്കി കഴിഞ്ഞാൽ നിനക്ക് പത്തിലൂനെ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണല്ലേ? ഇതിലെനിക്ക് 3 എടുക്കാൻ പറ്റുമോ? 3 തരാൻ പറ്റില്ല. വേണം ഞാൻ 2 തരാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബിലേക്ക് ചെയ്യാൻ. അങ്ങനെയാണോ? അപ്പൊ ഗൈസ്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യ് ഗൈസ്. എനിക്ക് പത്തിലൂക്ക് ചെറിയൊരു പണി കൊടുക്കണം. ഓക്കെ ജാക്കേ, അതെന്തായാലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി. അപ്പൊ ഇതിൽ നിനക്ക് 2 സെലക്ട് ചെയ്യാം കേട്ടോ. ഏതെല്ലാം വേണം? എനിക്ക് ഒന്നാമത്തേതായി ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കുന്നത് മതി. രണ്ടാമത്തേതായി എനിക്ക് പത്തിലൂനെ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാൻ പറ്റുന്നത് മതി. ഓക്കെ. മോട്ടോ, എന്തായാലും നീ സെലക്ട് ചെയ്ത ബട്ടനെ നക്കിക്കോട്ടോ. ശരി ജാക്കേ. ശരി, എന്തായാലും ഞാനേ ഈ ആദ്യത്തെ ബട്ടൺ ഒന്ന് നക്കി നോക്കട്ടെ. ഇതാ. അയ്യേ, ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ്. യെസ്. അപ്പൊ ജാക്കേ, എന്താ നമ്മള് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ശരി മോട്ടോ, എന്തായാലും നീ പത്തിലൂക്ക് പണി കൊടുത്ത് വാട്ടോ. ശരി ജാക്കേ, എന്തായാലും താങ്ക് യു കേട്ടോ. ശരി. അപ്പൊ ഗൈസ്, പെട്ടെന്ന് വാ. ജാക്കേ, ഞാൻ നിന്റെ കാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ മോട്ടു, അതെടുത്ത് പോലെ. ജാക്കേ, ഞാൻ കൊണ്ടുതരാടോ. അയ്യോ, ഈ കള്ള മോട്ടു. എന്തായാലും കിട്ടി. ഈ പത്തിലു എവിടത്തേക്കാടാ ഓടിയത്? ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും നമ്മളെ പത്തിലുവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പത്തിലു ഈ പാർക്കിലാണ്. ഇതാ, നിങ്ങൾക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ മഞ്ഞ കുപ്പായം. ഞാൻ എന്താ വരുന്ന പത്തിലുവേ, നീ എന്നെ തല്ലിയല്ലേ? ഞാനത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. ഗൈസ്, ദാ നമ്മളെ പത്തിലു ഇവിടെ ഉണ്ട് കേട്ടോ. ഗൈസ്, നിങ്ങൾ എന്തായാലും പുറത്തിറങ്ങേ. അയ്യോ മോട്ടു, നീ എന്നെ തല്ലിയല്ലേ? അയ്യോ, ഇതെന്താണ് മോട്ടു? ഇതൊക്കെ എന്റെ കൂട്ടുകാരാണ്. കൂട്ടുകാരെ തല്ലേ. അയ്യോ സോറി മോട്ടു, സോറി, എന്നെ തല്ലല്ലേ പ്ലീസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും പത്തുലുവിനെ അവിടെ ഇടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്താ ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാണ്. അങ്ങനെ പത്തുലുവിനെ ഞാനൊരു വകയാക്കി ഗൈസ്. അയ്യോ, മോട്ടു എന്നെ തല്ലിയിട്ട് പോയല്ലോ. ദേഹം മുഴുവൻ അങ്ങ് വേദന എടുക്കാണ്. മോട്ടുവേ, ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. ഇവൻ എന്നെ തല്ലിയല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാടാ. യെസ്, ഞാൻ എന്തായാലും വീട്ടിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അവന് കുറെ ഡ്യൂപ്ലിക്കേറ്റ് വന്ന് എന്നെ തല്ലിയല്ലോ. ഞാൻ കാണിച്ചുതരാം മോനെ നിനക്ക്. യെസ്, എൻ്റെ പരീക്ഷണം വിജയിച്ചു. അങ്ങനെ ഞാൻ ആ സമൂസ ഉണ്ടാക്കിയിരിക്കുകയാണ്.
ഇതാണ് നമ്മളെ പോലെ കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കുന്ന വളരെ വലിയ ജയന്റ് സമൂസ. ഇനി ഞാനിത് തിന്നാൻ പോവുകയാണ്. യെസ്, അങ്ങനെ എന്റെയും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കുകയാണ്. മോട്ടോ, ഞാൻ എന്താ വരുകയാണ്. ഗൈസ് വാ, നമുക്ക് മോട്ടുവിനെ തല്ലിട്ട് വരാം. ഞാൻ എന്തായാലും മോട്ടുവിനെ അങ്ങോട്ട് പോയി തല്ലുന്നില്ല, മോട്ടുവിനെ ഇങ്ങോട്ട് തന്നെ വിളിക്കാം. ഹലോ മോട്ടോ. ആ എന്താടാ പത്തലു, നീ എന്നെ തല്ലിയിട്ട് നിനക്ക് കിട്ടിയല്ലോ വേണ്ടത്ര. എന്താടാ നീ പെട്ടെന്ന് ഓടിക്കളഞ്ഞനല്ലോ ഇവിടുന്ന്. ഇപ്പൊ ധൈര്യണ്ടാ ഇങ്ങോട്ടേക്ക് വാടോ. ആഹാ, ഇത്രക്ക് ധൈര്യമോ നിനക്ക്? ഞാൻ എന്താ വരികയാണ്. ആഹാ, പത്തലുക്ക് ഇത്ര ധൈര്യമോ? അവന് എന്നാലും ഇത്ര ധൈര്യം കിട്ടാൻ എന്തായിരിക്കും ഗൈസ് കാരണം? എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു ഗൈസ്. നമുക്കെന്തായാലും ജാക്കിന്റെ മറ്റേ ആ സാധനം കൂടി കൊണ്ടുപോകാം ഗൈസ്. എനിക്കെന്തോ ഇതിലെന്തോ സംശയം തോന്നുന്നു ഗൈസ്. ആ രണ്ടാമത്തെ സാധനം കൂടി എടുത്ത് പോട്ടെ. അതിൽ എന്തോ വെടി വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കെന്തോ ഒരു ബോട്ടിൽ സ്പ്രേ അങ്ങനത്തെ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെന്തോ ഒരു പണി കൊടുക്കാനുള്ള സാധനമാണ്. ഞാൻ എന്തായാലും ഇത് പത്ലുവിൻ്റെ ദേഹത്തേക്ക് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ആ പത്ലു, നീ എന്നെ വിളിച്ചല്ലോ. ആ മോട്ടോ, എന്തായാലും നീ വന്നല്ലേ. ഓഹോ, നീയും നിന്റെ ഗ്യാങ്ങിനൊക്കെ വിളിച്ചല്ലേ? ആടാ, ഞാനും എൻ്റെ ഗ്യാങ്ങിനൊക്കെ വിളിച്ചു. ആ ശരി, അപ്പൊ എന്തായാലും നമ്മള് യുദ്ധം തുടങ്ങാല്ലേ പത്തലു? ആടാ മോട്ടോ, ഞാൻ എന്തായാലും നിന്നെ മുഴുവനായിട്ടും റെഡിയായി തീർക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അതിനു മുമ്പ് ഞാൻ നിനക്ക് പണി തരുവോടാ. ഗൈസ്, നിങ്ങളുടെ കയ്യിലുള്ള സ്പ്രേ ഒക്കെ പത്തലു ഗ്യാങ്ങിന്റെ ദേഹത്തേക്ക് അടിക്കേ. അയ്യോ ഓക്കെ, അങ്ങനെ പത്തലുകളൊക്കെ ചെറുതായി. മോട്ടോ, ഇത് ചതിയാണ്. എന്ത് ചതി? ഇതിലൊരു ചതിയുമില്ല. അയ്യോ മോട്ടോ, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ആ ഇതൊക്കെ എന്റെ ജാക്കിന്റെ മരുന്നുകളാണ്. എന്താ മോട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീയല്ലേ എന്നെ ഒരു സമൂസ ചോദിച്ചതിന് വെറുതെ തല്ലിയത്? അയ്യോ മോട്ടോ, സോറി മോട്ടോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടായിരുന്നു. അതിന് തല്ലണോ? ആ സോറി. ഓ ശരി ശരി. ശരി, എന്നെന്തായാലും ശരിയാക്ക്. ഇതിന് ശരിയാക്കാനുള്ള മരുന്നൊന്നും എന്റെ കയ്യിലില്ല. മോട്ടോ, നീ എന്താണ് കാണിച്ചത്? ആ ഇങ്ങനെ തന്നെ വേണം. നീ എന്തായാലും എന്നെ തല്ലിയില്ലേ, അപ്പൊ നീ എന്തായാലും കുറച്ച് സഹിക്കും. എന്തായാലും ഗൈസ്, നിങ്ങൾ എന്തായാലും ഈ പത്തലുവിനെ ശരിയാക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാട്ടോ യെസ് ഓർ നോന്ന്. അപ്പൊ എന്തായാലും ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഞാനും പത്തലും തമ്മിലുള്ള യുദ്ധം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടുപേരും ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആട്ടോ. മോട്ടോ, എന്നെ ശരിയാക്ക് നീ. ആ അത് ശരിയാക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റ ബൈ. മോട്ടോ. ഓ ശരി പത്തലോ.